ओम शांति शांति। ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति ओम शांति ओम शांति। ഓം ശാന്തി. ഇന്ന് മുരളി ഡേറ്റ് 6/1/2021. ഇന്ന് ബാബ പറയാണ്, മീठे बच्चे, तुम जो भी कर्म करते हो उसका फल अवश्य मिलता है। निष्काम सेवा तो केवल एक बाप ही करते हैं. ബാബ ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ എന്ത് കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം അവശ്യം ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എന്ത് കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം അവശ്യം ലഭിക്കും. നിഷ്കാമ സേവ ഒരു ബാബ മാത്രമാണ് ചെയ്യുന്നത്. ബാക്കി ആരെന്ത് കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം അവരൊരു പക്ഷേ പ്രതീക്ഷിക്കുകയും ചെയ്യും, അവർക്കതിൻ്റെ ഫലം തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ ബാബ ചെയ്യുന്ന കർമ്മം മാത്രമാണ്, അല്ലെങ്കിൽ ബാബ ചെയ്യുന്ന സേവനം മാത്രമാണ് നിഷ്കാമ സേവനം. ഇന്നത്തെ ചോദ്യം, ഈ ക്ലാസ് ബड़ा वंडरफुल है, कैसे? यहाँ मुख्य मेहनत कौन सी करनी होती है? ഈ ക്ലാസ് വളരെ വണ്ടർഫുള്ളാണ്. എങ്ങനെ? ഇവിടെ മുഖ്യമായ പരിശ്രമം ഏതാണ് ചെയ്യേണ്ടി വരുന്നത്? ഈ ക്ലാസ് വളരെ വണ്ടർഫുള്ളാണ്. അതെങ്ങനെ
ഇവിടെ നമ്മൾ ചെയ്യേണ്ട മുഖ്യ പരിശ്രമം ഏതാണ്? ഉത്തരം, യഹി ഏക് ക്ലാസ് ഹേ ജിസ്മേ ഛോട്ടെ ബच्चे भी बैठे हैं तो ബുഡ്ഢे भी बैठे हैं. ഈ ഒരു ക്ലാസ്സിലാണ് കൊച്ചു കുഞ്ഞുങ്ങളും ഇരിപ്പുണ്ട്, വയസ്സായവരും ഇരിപ്പുണ്ട്, വൃദ്ധരും ഇരിപ്പുണ്ട്. ये क्लास ऐसा वंडरफुल है जो इसमें अहल्याए कुब्जाए साधु भी आकर एक दिन यहाँ बैठेंगे. അപ്പോൾ ബാബ പറയുന്ന വണ്ടർഫുൾ കാര്യം എന്താണ്? ഈ ക്ലാസ് അങ്ങനെയുള്ളൊരു വണ്ടർഫുൾ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ ഒരു ദിവസം അഹല്യമാരും കുബ്ജകളും സന്യാസിമാരും ഒരു ദിവസം വന്നിരിക്കും എന്ന് ബാബ പറയാണ്. ഈ ക്ലാസ്സിൽ അഹല്യകളും കുബ്ജകളും അതുപോലെ സന്യാസിമാരും ഒരു ദിവസം വന്നിരിക്കും. യഹാ ഹൈഹി മുഖ്യ യാദക്കി മെഹനത്ത്. ഇനി അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരവാണ്. ഇവിടെ എന്താണ് നമ്മൾ മുഖ്യമായി ചെയ്യേണ്ട പരിശ്രമം? ഓർമ്മയുടെ പരിശ്രമമാണ് ഇവിടെ മുഖ്യമായിട്ട് ചെയ്യാനുള്ളത്. യാദ് സേ ഹി ആത്മാ ഓർ ശരീർ की नेचर क्योर होती है परंतु याद के लिए भी ज्ञान चाहिए. ഓർമ്മയിലൂടെ മാത്രമാണ് ആത്മാവും ശരീരവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും നേച്ചർ ക്യൂർ സംഭവിക്കുന്നത്, അതായത് ശുദ്ധീകരണം സംഭവിക്കുന്നത്. പക്ഷേ ഓർമ്മിക്കാനും ജ്ഞാനം വേണം. അപ്പം ജ്ഞാനം എന്ന് പറയുന്നത് പലതരത്തിലാണ് ബാബ പറഞ്ഞു തരുന്ന ജ്ഞാനം. അപ്പോൾ ഇന്ന് ബാബ പറയുന്നത് ബാബയെ ഓർമ്മിക്കാനും ജ്ഞാനം വേണം, യോഗത്തിൻ്റെ നോളജ് വേണം, മെഡിറ്റേഷൻ എന്താണ് അതിനെക്കുറിച്ചുള്ള നോളജ് വേണം. ഇന്നത്തെ ഗീതം രാത് കെ രാഹി തെക്കുമത്ത് ജാന എന്നാണ്. രാത്രിയിലെ യാത്രക്കാരാ ക്ഷീണിക്കരുത്, പ്രഭാതമാകുന്ന ലക്ഷ്യം ദൂരെയല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗീതമാണ്. ബാബ ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം പറഞ്ഞു തരികയാണ്. ഓം ശാന്തി. മീറ്റെ മീറ്റെ റുഹാനി ബച്ചോനെ ഗീത് സുന. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഗീതം കേട്ടുവോ. रूहानी बाप बच्चों को इसका अर्थ भी समझाते हैं. ആത്മീയ അച്ഛൻ തൻ്റെ കുട്ടികൾക്ക് ഈ ഗീതത്തിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കിച്ച് തരികയാണ്. वंडर तो ये है कि गीता अथवा शास्त्र आदि बनाने वाले इसका अर्थ नहीं जानते, हर एक बात का अनर्थ ही निकालते हैं. അപ്പോൾ ബാബ ഇത് നമുക്ക് പറഞ്ഞു തരികയാണ്, ഇതൊരു വളരെ വലിയ അത്ഭുതമാണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നത്. ഗീതയോ ഗീതമോ ശാസ്ത്രങ്ങളോ ഇത് സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ഉണ്ടാക്കിയെടുക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ. പിന്നെ ബാബ അടുത്തത് പറയുന്നത് ഓരോ കാര്യത്തിൻ്റെയും അനർത്ഥമേ അവർ ഉണ്ടാക്കുന്നുള്ളൂ. रूहानी बाप जो ज्ञान का सागर पतित पावन है वो बैठ उनका अर्थ बताते हैं. ഇവിടെ ആത്മീയ അച്ഛൻ ജ്ഞാനസാഗരനാണ്, പതിത പാവനാണ്. ആ ബാബ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരികയാണ്. രാജയോഗ ബി ബാപ്പ് ഹി സിഖ്ലാത്തെ ഹെ. രാജയോഗവും ബാബയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ബാബ പറയാൻ കാരണം ഈ ഗീതത്തിൻ്റെ അർത്ഥം ബാബ പറയുന്ന വളരെ വലിയൊരു സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ, രാത്രിയിലെ യാത്രക്കാരാ ക്ഷീണിക്കരുതേ, പ്രഭാതമാകുന്ന ലക്ഷ്യം ദൂരെയല്ല. അപ്പോൾ നമ്മൾ സത്യയുഗം തൊട്ട് യാത്രയായി. സത്യയുഗം മുതൽ യാത്ര ചെയ്ത് ചെയ്ത് നമ്മളിവിടെ കലിയുഗത്തിലെത്തി. വീണ്ടും നമ്മൾ സംഗമയുഗത്തിലെത്തി. ബാബയുടെ കൈ പിടിച്ച് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ വലിയൊരു യാത്രയിൽ. എന്നുവെച്ചാൽ സത്യത്തിലേക്ക് എനിക്ക് എത്തണം. അപ്പോൾ ഈ സത്യത്തിലേക്ക് ഞാൻ എത്തണം എന്ന് വിചാരിച്ച് യാത്ര ചെയ്യുമ്പം അപ്പോൾ നമ്മളുടെ ഉള്ളിൽ തോന്നരുത്, ഷോ എത്തിയില്ലല്ലോ, എത്തുന്നില്ലല്ലോ ഞാൻ, എന്താണ് എത്താത്തത് എന്നൊരിക്കലും തോന്നാൻ പാടില്ല. ബാബ പറയുന്നത് ഏറ്റവും അന്തിമ സമയത്താണ് ബാബ വന്നത്. തീർച്ചയായിട്ടും ഉടനെ തന്നെ ഇവിടെ പ്രഭാതം വരും. സത്യുഗം വരേണ്ട സമയത്താണ് ബാബ വരുന്നത്. അപ്പോഴാണ് കലിയുഗത്തിൻ്റെ വിനാശം നടക്കുന്നത്. വിനാശത്തിൻ്റെ ആ സമയത്താണ് ബാബ വരുന്നത്, അഥവാ കൽപ്പത്തിൻ്റെ അന്തിമ സമയത്താണ് ബാബ വരുന്നത്. അതുകൊണ്ടാണ് ബാബ പറയുന്നത് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ മതി, പ്രഭാതമാകുന്ന ലക്ഷ്യം ദൂരെയല്ല. ഇതാണ് ബാബ ഉദ്ദേശിക്കുന്ന ഈ ഗീതത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ബാബ പറയാണ്, അതായത് രാജയോഗം ബാബയാണ് പഠിപ്പിക്കുന്നത്. തും ബच्चे जानते हो अभी फिर राजाओं का फिर से राजाओं का राजा बन रहे हैं और स्कूल में ऐसे कोई थोड़ी ही कहेंगे हम फिर से ബാരിസ്റ്റർ बनते हैं. കുട്ടികൾക്കറിയാം നമ്മൾ വീണ്ടും രാജാക്കന്മാർക്കും രാജാവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വേറെ സ്കൂളിലൊന്നും ഇങ്ങനെ ഒരിക്കലും പറയില്ല ഞാൻ വീണ്ടും വക്കീലാവാൻ വേണ്ടി പഠിക്കുകയാണ്. ഫിർ സേ ഈ അക്ഷർ കിസ്കോ കഹനെ നഹി ആയേഗ. ഞാൻ വീണ്ടും
നിങ്ങളെ ആക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങളെ പഠിപ്പിക്കുന്നു. ഈ അക്ഷരം മറ്റാർക്കും പറയാൻ കഴിയില്ല. തും കഹത്തെ ഹോ ഹം 5,000 വർഷ പഹലെ മിസൽ ഫിർ സെ ബേഹദ് കെ ബാപ് സെ പഠിത്തേ ഹെ. അപ്പം നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ പറയും ഞങ്ങൾ 5000 വർഷങ്ങൾക്ക് മുമ്പെന്ന പോലെ ഞങ്ങളെ വീണ്ടും പരിധിയില്ലാത്ത അച്ഛൻ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്ന് വീണ്ടും പഠിക്കുകയാണ്. तो ये विनाश भी फिर से होना है जरूर. ഈ വിനാശവും വീണ്ടും സംഭവിക്കുക തന്നെ ചെയ്യും. കിത്തനെ ബഡേ ബഡേ ബോംബ്സ് ബനാത്തെ രഹത്തെ ഹെ. എത്ര വലുതിലും വലുതായ വളരെ വലിയ ബോംബ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബഹുത്ത് പവർഫുൾ ബനാത്തെ ഹെ. ബാബ ഇന്ന് വിനാശത്തെപ്പറ്റി പറയാണ്. വളരെ പവർഫുള്ളായ ബോംബ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. രഖ്നേക്കിലെ തോ നഹി ബനാത്തെ ഹെന, അത് സൂക്ഷിച്ച് വെക്കാനല്ലല്ലോ ഉണ്ടാക്കുന്നത്. तो ये विनाश भी शुभ कार्य के लिए है ना. അപ്പം ഈ പവർഫുള്ളായ ബോംബ്സ് എല്ലാം ഇപ്പോഴുണ്ടാക്കി വെച്ചിട്ടേ എത്ര നാളായി. ഇതൊക്കെ വെറുതെ എടുത്തു വെക്കാനല്ലല്ലോ. തീർച്ചയായിട്ടും ഈ ലോകത്തിൽ വിനാശം സംഭവിക്കും. പക്ഷേ ബാബ നമ്മളോട് പറയാണ് ഈ വിനാശം ശുഭകാര്യത്തിന് വേണ്ടിയാണ് സംഭവിക്കുന്നത്. തും ബച്ചോങ്കോ ഡർനേക്ക് കോയി ദർക്കാർ നഹി. കുട്ടികൾക്ക് ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഈ ഹൈഹി കല്യാണക്കാരി ലഡായി. അപ്പോൾ ബാബ ഈ യുദ്ധത്തിന് പേരിട്ടിരിക്കുകയാണ് ഇതൊരു മംഗളകാരി യുദ്ധമാണ്. ബാപ്പ ആത്തി ഹേ കല്യാൺ കെ ലിയെ. ബാബ വരുന്നത് തന്നെ മംഗളത്തിന് വേണ്ടിയാണ്. കഹത്തെ ബി ഹെ ബാപ്പാക്കർ ബ്രഹ്മാദ്വാര സ്ഥാപന ശങ്കർ ദ്വാര വിനാശ് ക കർത്തവ്യ കരാത്തെ ഹെ. ഇങ്ങനെ പറയപ്പെടുന്നു. ബാബ വന്ന് ബ്രഹ്മാവിലൂടെ സ്ഥാപന, ശങ്കരനിലൂടെ വിനാശം തുടങ്ങിയ കർത്തവ്യങ്ങൾ ചെയ്യിക്കുന്നു. तो सो भी ये बॉम्ब्स आदि है ही विनाश के लिए. ഈ ബോംബുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് വിനാശത്തിന് വേണ്ടി എന്ന് ബാബ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇനിസി ജാസ്തി ഓർത്ത കൊയ് ചീസ് ഹൈ നഹി. ഇതിനേക്കാളും പവർഫുള്ളായിട്ട് വേറൊരു വസ്തു ഈ ലോകത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടില്ല ലോകത്തിൻ്റെ നാശത്തിന് വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ബോംബ് എത്ര പവർഫുൾ ആണെന്നുള്ളത്. സാത്ത് സാത്ത് നാച്ചുറൽ കലാമിറ്റീസ് ബി ഹോത്തി. അപ്പോൾ ഈ ബോംബ് ഇട്ട് നാശം നടത്തുന്നതോടൊപ്പം അതിനെ സഹായിക്കാനാണ് പ്രകൃതിക്ഷോഭം. 5 തത്വങ്ങൾ ക്ഷോഭിക്കും. ഇनको कोई ഈശ്വരീയ കലാമിറ്റീസ് നഹി കഹെങ്കെ. ഈ കുദർത്തി ആവതായി ഡ്രാമമേ നൂന്ത് ഹേ. ഇതിനൊരിക്കലും ദൈവകോപം എന്ന് പറയില്ല. ഇതിനെ പറയുന്നത് പ്രകൃതിക്ഷോഭം എന്നാണ്. പ്രകൃതി കോപമാണ്. ഈ പ്രകൃതിയുടെ ആപത്തുകൾ ഡ്രാമയിൽ ഫിക്സാണ് എന്ന് ബാബ പറഞ്ഞു തരികയാണ്. ഈ കൊയ് നയി ബാത്ത് നെയ്. ഇത് പുതിയ കാര്യമൊന്നുമല്ല. कितने बड़े बड़े बॉम्ब्स बनाते रहते हैं. कहते हैं हम शहरों के शहर कदम कर देंगे. ബാബ പറഞ്ഞു തരികയാണ് എത്ര വലിയ ബോംബുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നഗരത്തിൻ്റെ നഗരങ്ങൾ നശിപ്പിക്കും. अभी जो जापान की लड़ाई में बॉम्ब्स चलाए ये तो बहुत छोटे थे. अभी तो बड़े बड़े बॉम्ब्स बनाए. ഇപ്പോഴ് ജപ്പാനിൽ യുദ്ധം, ആ യുദ്ധത്തിൽ ബോംബിട്ടു. അത് വളരെ ചെറിയൊരു ബോംബായിരുന്നു. ഇപ്പോഴാണെങ്കിലോ അതിനേക്കാളും എത്രയോ ശക്തിയുള്ള ബോംബുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ബാബ നമ്മൾക്ക് ഓർമ്മിപ്പിക്കുകയാണ്. ജബ് ജാസ്തി മുസീബത്ത് മേ പഠിത്തേ ഹേ സഹൻ നഹി കർ സക്തേ ഹേ തോ ഫിർ ബോംബ്സ് ശുരു കർ ദേത്തേ ഹേ. കൂടുതൽ പ്രശ്നങ്ങളിൽ അവർ വന്ന് വീഴുമ്പോൾ, ആ പ്രശ്നങ്ങളിൽ കുടുങ്ങുമ്പോൾ അവർക്ക് സഹനശക്തി അങ്ങ് നഷ്ടപ്പെടും. സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പം അവർ പെട്ടെന്ന് ബോംബ് പ്രയോഗിക്കും. ഉറപ്പാണത്. ബോംബ് പ്രയോഗിക്കുന്നത് ആരംഭിക്കും. तो कितना नुकसान होगा. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പോൾ എന്തൊരു നാശനഷ്ടം സംഭവിക്കും. ये भी ट्रायल कर देख रहे हैं. ചില സ്ഥലങ്ങളിൽ അവർ ട്രയൽ ചെയ്ത് നോക്കുന്നുമുണ്ട്. അറബോ രൂപയാ ഖർച്ച് കർത്തേ ഹെ. ഇതിനു വേണ്ടി കോടിക്കണക്കിന് രൂപ അവർ ചിലവാക്കുന്നുണ്ട്. ഇനി ബനാനി വാലോം കാ തൻഖ്വാഹ് ബി ബഹുത് ഹോത്തേ ഹെ. ഈ ബോംബൊക്കെ ഉണ്ടാക്കുന്നവർക്കുണ്ടല്ലോ ഭയങ്കര ശമ്പളമാണ് കൊടുക്കുന്നത്. तो तुम बच्चों को खुशी होनी चाहिए. പുരാനി ദുനിയാക്കാഹി വിനാശവനായി. പക്ഷെ കുട്ടികൾ സന്തോഷിക്കണം. എന്തിന്? കാരണം പഴയതിൻ്റെയാണ് നാശം സംഭവിക്കുന്നത്. പഴയ ലോകത്തിൻ്റെ വിനാശം സംഭവിക്കും. തും ബച്ചേ നയി ദുനിയാക്കലിയെ പുരുഷാർത്ഥ കറേ ഹോ. കുട്ടികൾ പുതിയ ലോകത്തിലേക്ക് പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പഴയത് നശിച്ചോട്ടെ, നമുക്കൊരു കുഴപ്പമില്ല. വിവേക് ബി കഴുത്താഹെ. നമ്മുടെ വിവേകം പറയുന്നില്ലേ, നമ്മുടെ ബുദ്ധി പറയുന്നില്ലേ പഴയത് എന്തായാലും നശിക്കും. പുരാനി ദുനിയ കദം ഹോനി ഹേ ജരൂർ. ഈ പഴയ ലോകം തീർച്ചയായിട്ടും നശിക്കുക തന്നെ ചെയ്യും. ബച്ചേ സമസ്തേ ഹേ കലിയുഗ് മേ ക്യാ ഹേ സത്യുഗ് മേ ക്യാ ഹോഗാ.
കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് ഈ കലിയുഗത്തിലുള്ളത്, സത്യുഗത്തിൽ എന്തായിരിക്കും ഉണ്ടാവുക. തും അഭി സംഗം പർ ഖഡേ ഹോ, ഇത് രണ്ടിൻ്റെയും നടുവിൽ നമ്മളെവിടെ നിൽക്കുകയാണ്, നമ്മൾ സംഗമത്തിൽ നിൽക്കുകയാണ്. ജാനത്തെ ഹോ സത്യുഗ് में इतने മനുഷ്യ नहीं होंगे तो इन सबका विनाश होगा. നമുക്കറിയാം സത്യയുഗത്തിൽ ഇത്രയും മനുഷ്യരൊന്നും കാണില്ല. അപ്പോൾ ഈ കുറച്ച് പേരല്ലേ കാണുള്ളൂ, അപ്പോൾ ബാക്കി സർവരുടെ വിനാശം നടക്കും. ഈ കുതിർത്തി ആപദായും കൽപ്പ് പെഹ്ലെ ബി ഹുയി ഥി. ഈ പ്രകൃതിക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഈ പ്രാകൃതികമായ ആപത്തുകൾ ഇതെല്ലാം കഴിഞ്ഞ കൽപ്പത്തിലും സംഭവിച്ചിരുന്നു. പുരാനി ദുനിയ കദം ഹോനീ ഹേ, ഈ പഴയ ലോകം നശിക്കണം. കലാമിറ്റീസ് തോ ऐसी बहुत होती आई है. പിന്നെ ഈ പ്രകൃതിയുടെ ക്ഷോഭങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ബാബ പറഞ്ഞെന്താണ്, സാധാരണ ആൾക്കാർ പറയുമല്ലോ, നിങ്ങൾ പറയുന്ന ഈ പ്രകൃതിക്ഷോഭവും ഈ നാശമൊക്കെ പണ്ടുണ്ടായിരുന്നു, പല കാലഘട്ടങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ എന്നവർ പറയുമായിരിക്കും. പക്ഷേ അതിന് ബാബയുടെ ഉത്തരം എന്താണ്, പരന്തു വോ ഹോത്തി ഹേ തോടി അന്താസ്മേ. പക്ഷെ അന്ന് അതെല്ലാം സംഭവിച്ചത് കുറഞ്ഞ അളവിലാണ്. അഭി तो ये पुरानी दुनिया सारी कदम होनी है. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഈ മുഴുവനും പഴയ ലോകം നശിക്കും, അതിനുള്ള എല്ലാവിധ ആപത്തുകളും ഉണ്ടാവും. തും ബച്ചോങ്കോ ബഹുത്ത് ഖുഷി ഹോനി ചാഹിയെ. എല്ലാം നശിക്കുമെന്ന് പറഞ്ഞാലും കുട്ടികൾ വളരെയധികം സന്തോഷിക്കുകയാണ് വേണ്ടത്. കുട്ടികളുടെ സന്തോഷം അങ്ങ് പതഞ്ഞ് ഉയരണം. ഹം റുഹാനി ബച്ചോങ്ക്, എന്തുകൊണ്ടാണ് ഈ സന്തോഷം ഉണ്ടാവണമെന്ന് ബാബ പറഞ്ഞു തരുന്നത്. ഹം റൂഹാനി ബച്ചോങ്കോ പരംപിത പരമാത്മാ ഭട്ട് സംജാത്തെ ഹെ. നമ്മൾ ആത്മീയ കുട്ടികളെ പരംപിത പരമാത്മാ അച്ഛൻ ഒരു കാര്യം പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ്, മനസ്സിലാക്കിച്ച് തരികയാണ്. എന്താണ് ഇത്, നമുക്ക് വളരെ വലിയൊരു പോയിൻ്റാണ്. ഈ വിനാശ് തുമാരെ ലിയെ ഹോ രഹേ ഹെ. ഈ വിനാശം നിങ്ങൾക്ക് വേണ്ടിയാണ് സംഭവിക്കുന്നത്. യേ ബി ഗായൻ ഹേ രുദ്രജ്ഞാന യജ്ഞസേ വിനാശജ്വാല പ്രജ്വലിത് ഹുയി. ഇങ്ങനൊരു മഹിമയുണ്ടല്ലോ, രുദ്രജ്ഞാന യജ്ഞത്തിൽ നിന്നാണ് വിനാശജ്വാല ജ്വലിച്ചുയർന്നത്. കൈ ബാത്തേ ഗീതാമേ ഹേ ജിൻകാ അർത്ഥ ബഡാ അച്ഛാ ഹേ പരന്തു കോയി സമസ്തേ തൊടി ഹേ. പല കാര്യങ്ങളും ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം വളരെ നല്ലതാണ്, പക്ഷെ ആരത് മനസ്സിലാക്കാൻ. ഓ ശാന്തി മാങ്തരത്തെ. ഈ ഗീത വായിച്ചാലും ശരി, എത്രയോ കാര്യങ്ങൾ വേദങ്ങൾ വായിച്ചാലും ശരി, പക്ഷെ വീണ്ടും അവർ ശാന്തി യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. തും കൽത്തെ ഹോ ജൽദി വിനാശ് ഹോ തം തോ ഹം ജാക്കർ സുഖി ഹോവേ. നിങ്ങളെന്ത് പറയും, എത്രയും പെട്ടെന്ന് വിനാശം സംഭവിച്ചാൽ മതിയായിരുന്നു, എങ്കിൽ നമുക്ക് പോയി സുഖമായിട്ടിരിക്കുമായിരുന്നു. തോ ബാപ്പ് കെത്തെ ഹേ. അപ്പോൾ സുഖമായിട്ടിരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം, പക്ഷെ എപ്പോൾ നമുക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റും. तो बाप कहते हैं सुखी तब होंगे जब सत्व प्रदान होंगे. നമുക്ക് ആ സുഖി അവസ്ഥ, സുഖവാൻ അവസ്ഥ വരണമെങ്കിൽ നമ്മൾ संपूर्णമായിട്ട് सत्व प्रदान ആകണം. तो बाप अनेक प्रकार की पॉइंट्स देते हैं. फिर कोई की बुद्धि में अच्छी रीति बढ़ती है, कोई की बुद्धि में कम. ബാബ അനേക പ്രകാരത്തിലുള്ള പോയിൻറ്റ്സ് തരുന്നുണ്ട്. പിന്നെ ചിലരുടെ ബുദ്ധിയിൽ അത് നന്നായിട്ടിരിക്കും, ഉറയ്ക്കും, ചിലരുടെ ബുദ്ധിയിൽ അത് കുറച്ചേ ഉറയ്ക്കുള്ളൂ. बुढ़िया समझते हैं शिव बाबा को याद करना है, बस उनके लिए समझाया जाता है अपने को आत्मा समझ बाप को याद करो. അപ്പോൾ പാവങ്ങൾ വയസ്സായ അമ്മമാരുണ്ടാവും, അവർ വിചാരിക്കുന്നത് എന്താണ്, നമുക്ക് ശിവബാബയെ ഓർമ്മിക്കാനേ അറിയാവൂ, വേറെ ഒന്നും ഞങ്ങൾക്ക് ചിന്തിക്കാൻ അറിഞ്ഞുകൂടാന്ന്. അപ്പോൾ ബാബ അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്, നിങ്ങൾ സ്വയം ആത്മാവാന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിച്ചാൽ മതി എന്ന് ബാബ അവരോടാണ് പറയുന്നത്. ഫിർവി വർഷാത്തോ പാലെത്തിയ. പക്ഷേ ആ 2 പോയിൻ്റ്, ആത്മാവാന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്ന ആ ഒരു സാധന, ആ ഒരു പുരുഷാർത്ഥം മാത്രം അവർ ചെയ്താലും അവർക്ക് ബാബയിൽ നിന്ന് സമ്പത്ത് കിട്ടും എന്ന് ബാബ പറഞ്ഞു തരികയാണ്. സാത്മരെത്തി ഹേ പ്രദർശനി മേ സബ് ആയെങ്കെ അജാമൽ ജैसी पापात्माओं का गणिगाओं का आदि सबका उद्धार होने का है. मेहतर भी अच्छे कपड़े पहनकर आ जाते हैं. അപ്പോൾ ബാബ പറയാണ്, യഥാർത്ഥത്തിൽ ബാബയുടെ കൂട്ടുകെട്ടിലാണ് അവരിയ്ക്കുന്നത്, വയസ്സായ അമ്മമാരാണെങ്കിലും. അതുകൊണ്ട് അവർക്ക് ബാബയിൽ നിന്ന് സമ്പത്ത് കിട്ടും. പിന്നെ എക്സിബിഷനൊക്കെ വെക്കുമ്പോൾ നിറയെ പേര് വരും. അപ്പോൾ ബാബ പറയുന്നത് അജാമൾ പോലുള്ള പാപാത്മാക്കൾ, അതുപോലെ ഗണികകൾ, അത് ബാബ ഉദ്ദേശിക്കുന്നത് വേശ്യകളാണ്, ഇവരുടെ എല്ലാം ഉദ്ധാരണം സംഭവിക്കും. പിന്നെ സാധാരണ ആൾക്കാർ പോലും അവരും നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് വരും. ഗാന്ധിജീനെ അച്യുത്തോങ്കോ ഫ്രീ കരുതി. അപ്പോൾ പണ്ടായിരുന്നെങ്കിൽ എല്ലാ സ്ഥലത്തും എല്ലാവർക്കും വരാൻ പറ്റില്ല, ഈ താഴ്ന്ന ജാതിക്കാർക്കൊക്കെ അയിത്തം കൽപ്പിച്ചിരുന്ന കാലമായിരുന്നു.
അപ്പോൾ അങ്ങനെ താഴ്ന്ന ജാതിക്കാർ, ഉയർന്ന ജാതിക്കാർ, കറുത്തവർ, വെളുത്തവർ, അപ്പോൾ കറുത്തവരെല്ലായിടത്തും വരാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറേ ഒരു ഭയങ്കര മോശമായ സിസ്റ്റം ഈ ലോകത്തിലുണ്ടായിരുന്നു. ഗാന്ധിജി അങ്ങനെയുള്ള ഐക്യത്തിൽ നിന്നൊക്കെ ഫ്രീ ആക്കി. സാത്തമേ കാത്തേ ബി ഹേ, ഗാന്ധിജി എല്ലാവരുടെ കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കും. ബാബ് തോ ഓർ ബി മനാ നഹി കർത്തേ, ബാബയും അങ്ങനെ തന്നെ. ബാബ ആര് വന്നാലും ആർക്ക് വേണമെങ്കിലും ബാബയുടെ വീട്ടിൽ വരാം, ആർക്ക് വേണമെങ്കിലും ബാബയുടെ അടുത്ത് വന്ന് മുരളി കേൾക്കാം, ജ്ഞാനം കേൾക്കാം, കോഴ്സ് കേൾക്കാം. അങ്ങനെ വളരെ താഴ്ന്ന ജാതി എന്നൊന്നുമില്ല. അപ്പോൾ ബാബ അതിന് പറഞ്ഞു തരികയാണ് കാര്യങ്ങൾ, ആർക്ക് വേണമെങ്കിലും. പക്ഷേ അവർ ദേവതാത്മാവാണെങ്കിലല്ലേ അവർക്കിത് മനസ്സിലാക്കാൻ കഴിയൂ. സമസ്ത ഹി ഇനൂ കാവി ഉദ്ധാർ കർണാ ഹി ഹേ. അപ്പോൾ ബാബയും പറയുന്നത് എന്താണ്, അവരെയും നമുക്ക് ഉദ്ധരിക്കണ്ടേ, എല്ലാവരെയും ബാബയ്ക്ക് കൊണ്ടുപോകണ്ടേ. तो आत्मा कहती है मैं अछूत हूँ. അപ്പോൾ ആത്മാവാണ് പറയുന്നത്. അതായത് ഇപ്പോൾ काम से कोई कनेक्शन नहीं, इसमें सारा मदार है बाप के साथ बुद्धियोग लगाने का, बाप को याद करना है. ബാബ പറയാണ് ഒരാൾ എന്ത് ചെയ്യുന്നു, അവരാരാണ്, അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഈ ജ്ഞാനത്തിനും ഈ പഠിത്തത്തിനും യാതൊരു ബന്ധവുമില്ല. ഇതിൽ മുഴുവൻ ആധാരം ബാബയുടെ കൂടെ ബുദ്ധിയോഗം വെക്കണം. ഇതിൽ മുഴുവൻ ആധാരം ബാബയുടെ കൂടെ ബുദ്ധിയോഗം വെക്കുക എന്നുള്ളതാണ്. ആത്മാവ് പരമാത്മാവിൻ്റെ കൂടെ ബുദ്ധിയോഗം വെക്കണം, ബാബയെ ഓർമ്മിക്കണം. അപ്പോഴാണ് അവിടെ ആത്മാവ് പറയുന്നത്, യഥാർത്ഥത്തിൽ ഞാൻ പിന്നെ ആത്മാവിന് ഈ ഇതില്ലല്ലോ, ഭയങ്കര പതിതമായ അവസ്ഥയാണ്, ദുർവികാരങ്ങൾക്ക് അടിമയാണ്. അപ്പോൾ അയിത്തമാണ്. ഇസ്മേ സാര അബ് ഹം സമസ്തേ ഹേ ഹം സദോപ്രധാൻ ദേവി ദേവതാ ഥേ. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ ആരായിരുന്നു, നമ്മൾ സദോപ്രധാന ദേവി ദേവതകളായിരുന്നു. ഫിർ പുനർജന്മ ലേത്തെ ലേത്തെ അന്തുമേ ആക്കർ പതിത് ബനെ. പിന്നീട് പുനർജന്മം എടുത്തെടുത്ത് നമ്മൾ അന്തിമത്തിൽ ആരായി, വളരെ പതിത അവസ്ഥയായി. അബ് ഫിർ മുജ ആത്മാക്കോ പാവൻ ബന്നാഹെ. ഇപ്പം ഞാൻ ആത്മാവിന് വീണ്ടും പാവനമാകണം. തുമക്കോ മാലൂം ഹേ സിന്ധു में एक बिल्ली आती थी, ध्यान में जाती थी, दौड़कर आए मिलती थी, समझाया जाता था इनमें भी तो आत्मा तो है ना, आत्मा का हक है, अभी बाप से वर्षा लेना. അപ്പോൾ നിങ്ങൾക്കറിയാം, പണ്ട് നമ്മുടെ യജ്ഞത്തിൽ ബ്രഹ്മബാബ ഉണ്ടായിരുന്നപ്പോഴത്തെ സമയത്ത് സിന്ധിൽ ഒരു ആദിവാസി പെൺകുട്ടി വരുമായിരുന്നു. അപ്പോൾ ഈ ആദിവാസി പെൺകുട്ടി വരുമ്പം, പക്ഷേ അത് ആദിവാസിയാണ്, വലിയ വിദ്യാഭ്യാസമൊന്നും കാണില്ല. പക്ഷെ ആ കുട്ടി ട്രാൻസിൽ പോവുമായിരുന്നു, ധ്യാന അവസ്ഥയിൽ പോവുമായിരുന്നു. അപ്പോൾ ആ ധ്യാന അവസ്ഥയിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ എല്ലാവരെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ. പക്ഷേ വെറും ആ താഴ്ന്ന ജാതിക്കാരി കുട്ടി ധ്യാന അവസ്ഥയിൽ പോകുമായിരുന്നു, ഓടി വരുമായിരുന്നു. ബാബയെ കാണാൻ ഓടി ഓടി വന്ന് കാണുമായിരുന്നു. അപ്പോൾ ബാബ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കും, അവർ താഴ്ന്ന ജാതിയായാലെന്ത്, അവരുടെ ഉള്ളിലുള്ളതും ആത്മാവല്ലേ എന്ന് ബാബ ചോദിക്കുമായിരുന്നു. ആത്മാവിന് ഓരോരുത്തർക്കും അവകാശമുണ്ട്, എല്ലാ ആത്മാവിനും അവകാശമുണ്ട്. എന്ത് അവകാശം? തൻ്റെ അച്ഛനിൽ നിന്ന് സമ്പത്തെടുക്കാനുള്ള അവകാശം. പിന്നെന്താ സംഭവിച്ചത്? तो उनके घर वालों को कहा गया इनको ജ്ഞാൻ ഉട്ടാനിത്. അപ്പം ബാബ യഥാർത്ഥത്തിൽ അവിടെ വലിയ ഗ്രാമമുഖ്യനായിരുന്നില്ലേ. അപ്പം ബാബ അവരുടെ വീട്ടുകാരോട് പറഞ്ഞു, ഈ കുട്ടി ജ്ഞാനം എടുക്കട്ടെ, ജ്ഞാനം വന്ന് പഠിക്കട്ടെ എന്ന് വീട്ടുകാരോട് പറഞ്ഞു. तो बोले हमारी बिरादरी में हंगामा होगा. അപ്പോൾ അവർ ഈ താഴ്ന്ന ജാതിക്കാരും ആദിവാസികളൊക്കെ അവർക്ക് പേടിയാണ് ലോകത്തിന്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ വംശത്തിൽ ഭയങ്കര ബഹളം ഉണ്ടാവും. तो डर के मारे ഉनको ലേ ഗയേ. അങ്ങനെ അവർ ഭയപ്പെട്ടിട്ട് ആ കുട്ടിയെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കാതെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോയി. तो तुम्हारे पास भी आते हैं, हम किसको मना नहीं कर सकते हो. അപ്പോൾ ബാബ അതേപോലെ പറയണം, നിങ്ങളുടെ അടുക്കലും അങ്ങനെയുള്ള പല ടൈപ്പ് ആൾക്കാർ വരും, പക്ഷെ നിങ്ങൾക്ക് ഒരാളെയും തടയാൻ പാടില്ല, എല്ലാവരും വരട്ടെ. ഇത് അച്ഛൻ്റെ വീടാണ്, അച്ഛൻ്റെ വീട്ടിൽ മക്കൾ ആരായാലും എന്ത്, ഗായ ഹുവാഹി, അബലായെ, ഗണികായെ, ബീൽനിയ, സാധു ആദി സബ്ക ഉദ്ധാർ കർത്തെ, സാധു ലോകോം സെ ലേക്കർ ബീൽനി തക്. ബാബ ഇങ്ങനെയാണ് പറയുന്നത്. ഇത് പാടപ്പെട്ടിട്ടുണ്ട്. ഭഗവാന്റെ മുന്നിൽ എല്ലാവരും വരും, അബലകൾ, വേശ്യകൾ, ആദിവാസികൾ, പിന്നെ സന്യാസിമാർ. അപ്പോൾ സന്യാസിമാർ എന്ന് പറയുന്നത് കുറച്ച് ശ്രേഷ്ഠരായവരാണ്. പക്ഷേ ആദിവാസികൾ എന്നൊക്കെ പറയുമ്പോൾ അവർ കുറേയും കൂടെ പണ്ടത്തെ കാലമാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ലോകമെല്ലാം വളരെ അഡ്വാൻസ്ഡായി, ഒരു ഗ്രാമം പോലും കണ്ടുപിടിക്കാൻ പാടായിരിക്കും. ഇനി ആ ഗ്രാമത്തിനകത്ത് പോലും അവർക്കും ഭയങ്കര വിദ്യാഭ്യാസമായിരിക്കും. അതിനുള്ള ഇതായി സ്കൂളൊന്നും ഇല്ലാത്ത സ്ഥലമില്ലല്ലോ.
അപ്പോൾ ഇത് പണ്ടത്തെ കാലത്തായതുകൊണ്ട് ആദിവാസികൾക്കൊന്നും അധികം വിദ്യാഭ്യാസം കാണില്ല. അപ്പോൾ ബാബ പറയാണ് സന്യാസിമാർ തൊട്ട് ആദിവാസി വരെ എല്ലാവരും ബാബയുടെ കുട്ടിയാണ്. ഇവരെല്ലാവരെയും ഉദ്ധരിക്കാനാണ് ബാബ വന്നിരിക്കുന്നത്. ഇവരെല്ലാവരും ആത്മാക്കളാണ്. അത് ബാബ നമ്മളെ അങ്ങ് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഈ ലോകത്തിൽ ഭയങ്കര ജാതി ഭ്രാന്താണ്. താഴ്ന്ന ജാതി, ഉയർന്ന ജാതി, കറുത്തത്, വെളുത്തത്, ഇങ്ങനെയുള്ള ഇത് മാറിയിട്ടില്ല ആളുകൾക്ക്. പക്ഷേ ബാബ പറയാണ് നമ്മളെല്ലാവരും ആത്മാവാണ്. തും ബच्चे അഭി യജ്ഞ की സർവീസ് करते हो तो इस സർവീസ് से बहुत प्राप्ति होती है. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ യജ്ഞത്തിൻ്റെ സേവ ചെയ്യുന്നു. ഈ സേവനം ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സോഷ്യൽ സർവീസാണിത്. ഈ സേവനത്തിലൂടെ വളരെയധികം പ്രാപ്തി ഉണ്ടാവും. ബഹുത്തോം കാ കല്യാൺ ഹോ ജാത്താ ഹെ. നമ്മൾക്ക് അറിഞ്ഞുകൂടാന്നേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്ന സേവനത്തിലൂടെ വളരെയധികം പേർക്ക് മംഗളം ഉണ്ടാവും. ദിൻ പ്രതിദിൻ പ്രദർശിനി സർവീസ് കോ ബഹുത്ത് വൃദ്ധി ഹോഗി. ബാബ പറയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും ഈ എക്സിബിഷൻ്റെ സേവനത്തിലൊക്കെ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാവും. ബാബ ബാഡ്ജസ് ബി ബൻവാത്തെ രഹത്തെ ഹെ. ബാബ നിറയെ ബാഡ്ജുകൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിക്കുന്നുണ്ടെന്ന്. കഹാബി ജാവോ തുസ്പർ സംജാനാ ഹെ. അപ്പോൾ ബാഡ്ജ് കുത്തണം. ബാഡ്ജ് കുത്തിയിട്ട് നമ്മൾ ചെല്ലുമ്പം ആൾക്കാർ ചോദിക്കും ഇതെന്താണ്. അപ്പോൾ നമുക്ക് ഈ ബാഡ്ജ് വെച്ചിട്ട് ജ്ഞാനം കൊടുക്കാം. ഈ ബാപ്പ് ഓർ ഈ ദാദ, ഈ ബാപ്പ് കാ പൈസ. ഇത് ശിവബാബ, പിന്നെ ഇദ്ദേഹം ബ്രഹ്മബാബ. ഇത് ബാബ തരുന്ന സമ്പത്ത്. ലക്ഷ്മിനാരായണൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ബാബ തരുന്ന സമ്പത്താണിത്. അതവർക്ക് പറഞ്ഞു കൊടുക്കാം. अब बाप कहते हैं मुझे याद करो तो तुम पावन बन जाएंगे. അപ്പോൾ ഇപ്പോൾ ബാബ പറയാണ് നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ എങ്കിൽ നിങ്ങൾ പാവനമാകും. ഗീതാമേ ബി ഹേ മാമേകം യാദ് കരു. ഗീതയിലും ഉണ്ട് നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കൂ. മാമേകം ശരണം വ്രജ. സിർഫ് ഉന്മേ മേരാ നാം ഉഠായി ബച്ചേക്കാ നാം ദിയാ ഹെ. പിന്നെ ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അതിൽ എൻ്റെ പേരില്ല, പകരം കുട്ടിയുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. भारतवासियों को भी ये पता नहीं है कि राधे कृष्ण का आपस में क्या संबंध है. उनकी शादी आदि की हिस्ट्री कुछ भी नहीं बताते हैं. ഈ ഭാരതവാസികൾക്ക് ഇത് അറിഞ്ഞുകൂടാ ഈ രാധയും കൃഷ്ണനും തമ്മിൽ എന്താണ് ബന്ധം. അവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു ചരിത്രവും ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടില്ല. ദോനോ അലഗ് അലഗ് രാജധാനിക്കത്. അപ്പോൾ എന്ത് ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരുന്നത്. രാധയും കൃഷ്ണനും ആരായിരുന്നു? വേറെ വേറെ രാജധാനിയിലെ രാജകുമാരനും രാജകുമാരിയായിരുന്നു. ये बातें बाप बैठ समझाते हैं. ये अगर समझ जाए तो कह दे शिव भगवान वाजा तो सब उनको भगा दे. कहे तुम ये फिर कहाँ से सीखे, ये कौन सा गुरु है. तो कहे बीके है तो सब बिगड़ जाए. उन गुरुओं की राजाई छट हो जाए. അപ്പോൾ ബാബ പറയാണ് ഈ കാര്യങ്ങളെല്ലാം ബാബ നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് വളരെ സത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു. പക്ഷേ ഈ മറ്റുള്ള ആൾക്കാർ, അതും ഈ ലോകത്തിലെ പ്രധാനികൾ അല്ലെങ്കിൽ സന്യാസി തലവന്മാർ, അവരൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പറയണം ഇത് ശിവഭഗവാൻ വാജിയാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എല്ലാവരും കൂടി ഓടിക്കും. നിങ്ങളിത് എവിടുന്ന് പഠിച്ചു, ഇത് ഏത് ഗുരു അല്ലേ. അപ്പോൾ ബി കെ ആണ് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും ആകെ പ്രശ്നം ഉണ്ടാക്കും. ആ ഗുരുക്കന്മാരുടെ ആ രാജധാനി തന്നെ ഇല്ലാതാവും. ऐसे बहुत आते हैं लिखकर भी देते हैं फिर गुम हो जाते हैं. പക്ഷെ അങ്ങനെ കുറേ പേര് ബാബയുടെ അടുത്ത് വരാറുണ്ട്, വലിയ വലിയ ആൾക്കാർ. എന്നിട്ട് ബാബയ്ക്ക് എഴുതിയൊക്കെ വെക്കും, റിമാർക്കൊക്കെ എഴുതും, സത്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പിന്നീട് അവരെ കാണാറുമില്ല, അവർ പോവും. അതുകൊണ്ട് വലിയ വലിയ ആൾക്കാർ ഈ ജ്ഞാനം മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയുന്നത് ഇവർ പറയുന്നത് സത്യമാണ്, ബി കെ പറയുന്നത് സത്യമാണെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അവരുടെ ഫോളോവേഴ്സ് ആകെ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് അവർ മിണ്ടില്ല. ബാബ് ബച്ചോങ്കോ കോയി ബി തക്ലീഫ് നഹി ദേത്തെ ഹെ. ബാബ പറയാണ് ബാബ കുട്ടികൾക്ക് യാതൊരു പ്രയാസവും തരുന്നില്ല. ബഹുത് സഹജ് യുക്തി ബത്തലാത്തെ ഹെ. വളരെ സഹജമായ യുക്തിയാണ് ബാബ പറഞ്ഞിരുന്നത്. കോയി കാ ബച്ച നഹി ഹോത്താ ഹെ തോ ഭഗവാൻ കോ കേത്തെ ഹെ ബച്ചാ ദോ. ഇപ്പോൾ ആർക്കെങ്കിലും കുട്ടിയില്ല, മക്കളില്ല, അപ്പോൾ ഭഗവാനോട് പറയും എനിക്കൊരു കുട്ടിയെ തരൂ. ഫിർ മിൽത്താ ഹെ തോ എനിക്ക് ബഡി അച്ചി പർവരിഷ് കർത്തേ ഹെ. പിന്നെ കുട്ടി ജനിക്കുമ്പം അവർ ആ കുട്ടിയെ നന്നായിട്ട് സംരക്ഷിച്ച് പാലിച്ച് വളർത്തും. പഠാത്തേ ഹെ, പഠിപ്പിക്കും. ഫിർ ജബ് ബഡാ ഹോത്താ ഹെ തോ കഹേങ്കെ അബ് അപ്പന ദന്താ കരു. പിന്നീട് വലുതായി കഴിയുമ്പോൾ പറയും ഇനി നീ പോയി നിൻ്റെ ജോലി നോക്ക്, നിൻ്റെ ബിസിനസ്സോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. तो बाप बच्चे का परवरिश कर उनको लायक बनाते हैं तो बच्चों का सर्वेंट ठहराना. ഒരു അച്ഛൻ തൻ്റെ മക്കളെ വളർത്തി പരിപാലിച്ച് വലുതാക്കുന്നു എന്ന് പറയുമ്പോൾ
ആ അച്ഛൻ മക്കൾക്ക് വേണ്ടി സമർപ്പിതമായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ആ അച്ഛൻ കുട്ടിയുടെ ആരാണ്? സെർവൻ്റ് അല്ലേ? അപ്പോൾ അത് വെച്ച് ബാബ പറയാണ്, ഈ ബാപ്തോ ബച്ചോക്കി സേവാക്കർ സാത്തിലേ ജാത്തി. നമ്മുടെ അച്ഛനാണെങ്കിൽ, ശിവബാബ അച്ഛനാണെങ്കിൽ മക്കളുടെ സേവനമൊക്കെ ചെയ്ത്, ആത്മാക്കളുടെ സേവനമൊക്കെ ചെയ്ത് കൂടെ കൊണ്ടുപോവാണ്. वो लौकिक बाप समझेगा बच्चा बड़ा हो अपना धंधे में लग जाए तो फिर हम बूढ़े होंगे तो हमारी സേവ കരയുക. സാധാരണ ലൗകികത്തിൽ അച്ഛൻ എന്ത് വിചാരിക്കും? എൻ്റെ കുട്ടിയെ വളർത്തി വലുതാക്കി കുട്ടി ജോലിയിലൊക്കെ മുഴുകി സ്വന്തം ജോലിയും സ്വന്തം കാലിലൊക്കെ നിൽക്കാറായാൽ പിന്നെ ആ കുട്ടി എന്നെ നോക്കും എന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ സേവ ചെയ്യും, ഞാൻ വയസ്സായാൽ എന്നെ എൻ്റെ മക്കൾ നോക്കും എന്നവർ വിചാരിക്കും. ഈ ബാപ്തോ സേവ നഹി മാങ്ത്തെ. ലൗകികത്തിലെ ഏത് അച്ഛനമ്മയാണ് തൻ്റെ മക്കൾ നോക്കണ്ട എന്ന് പറയുന്നവർ? തൻ്റെ മക്കൾ നോക്കണമെന്നേ അവരാഗ്രഹിക്കൂ. പക്ഷേ ഈ അച്ഛൻ മാത്രം, നമ്മുടെ ശിവബാബ അച്ഛൻ ഒരിക്കലും മക്കളിൽ നിന്ന് സേവ യാചിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. ഈ കാമന തോ വോ ഹൈഹി നിഷ്കാം. ശിവബാബയ്ക്ക് കാമനകളില്ല. അതുകൊണ്ട് ഈ ലോകത്തിലെ നിഷ്കാമമായ ഒന്നും പ്രതീക്ഷിക്കാത്ത, എന്നാൽ എല്ലാം നമുക്ക് ചെയ്തു തരുന്ന അങ്ങനെയുള്ള ഒരേ ഒരാളേ ഉള്ളൂ ശിവബാബ, നിഷ്കാമം. അപ്പോൾ എന്താണ് നിഷ്കാമം എന്ന് വെച്ചാൽ അർത്ഥം? അത് വളരെ വലിയ അർത്ഥമാണ്. നിഷ്കാമം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം, ആർക്ക് എത്ര പേർക്ക് വേണമെങ്കിലും. പക്ഷേ ഒന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മളത്ര നിറഞ്ഞവരായിരിക്കണം, നമ്മളത്ര വലിയവരായിരിക്കണം, വിശാല മനസ്കരായിരിക്കണം, സമ്പന്നരായിരിക്കണം. लौकिक बाप समझते हैं जब तक जीता हूँ तब तक बच्चों का फर्ज है हमारी संभाल करना. ये कामना रखते हैं. ലൗകിക അച്ഛനും മനസ്സിലാക്കുന്നുണ്ട്, ഏതുവരെ ജീവിക്കുന്നോ അതുവരയ്ക്ക് കുട്ടികളുടെ കടമയാണ് ഞങ്ങളെ നോക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ആഗ്രഹം വയ്ക്കും അവർ. ഏ ബാപ് തോ കഹത്തെ ഹേ മേ നിഷ്കാം സേവ കർത്താ ഹും. പക്ഷെ നമ്മുടെ ശിവബാബ അച്ഛൻ എന്താ പറയുന്നത്? ഞാൻ നിങ്ങളുടെ നിഷ്കാമ സേവനമാണ് ചെയ്യുന്നത്. ഹം രാജായി നഹി കർത്തേ മേ കിത്തന നിഷ്കാമ ഹോ. ഇപ്പോൾ ബാബ നമുക്ക് സ്വർഗം സ്ഥാപിച്ച് നമ്മളെ കൊണ്ട് സിംഹാസനത്തിൽ ഇരുത്താണ്, രാജാക്കന്മാരാക്കുകയാണ്. ബാബ പറഞ്ഞു, എനിക്ക് രാജ്യവും വേണ്ട, രാജ്യ പദവിയും വേണ്ട. ആരെങ്കിലും അങ്ങനെ പറയൂ ഈ ലോകത്തിൽ? ബാബ പറഞ്ഞു, എനിക്ക് രാജ്യമൊന്നും ഭരിക്കണ്ട, ഞാൻ എത്ര നിഷ്കാമമാണെന്ന് അറിയാമോ? तो और जो कुछ भी करते हैं तो उसका फल उनको जरूर मिलता है. വേറെ ആരെന്ത് ചെയ്താലും മനുഷ്യനാണോ അവർക്കതിൻ്റെ ഫലം തീർച്ചയായിട്ടും ലഭിക്കും. യേ തോ ഹേ സബ്കാ ബാപ്പ്. ശിവബാബ ആരാണ്? ഈ ലോകത്തിലുള്ള സർവ്വ ആത്മാക്കളുടെ അച്ഛനാണ്, സർവരുടെ അച്ഛനാണ്. കഹത്തെ ഹി മേ തും ബച്ചോं को സ്വർഗ കി രാജായി ദേത്താ ഹും. പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് സ്വർഗത്തിൻ്റെ രാജ്യപദവി തരുന്നു, സ്വർഗത്തിൻ്റെ രാജ്യപദവി തരുന്നു. തും കിത്തന ഊഞ്ച് പദ് പ്രാപ്ത് കർത്തേ ഹോ. നിങ്ങൾ എത്ര ഉയർന്ന പദവി പ്രാപ്തമാക്കുന്നു? മേ തോ സിർഫ് ബ്രഹ്മാണ്ട് കാ മാലിക് ഹൂം സോ തോ തും ബി ഹോ പരത് തും രാജായി ലേത്തെ ഹോ ഗവാത്തെ ഹോ. ഞാനാണെങ്കിൽ, നിങ്ങൾ ഉയർന്ന പദവി പ്രാപ്തമാക്കുന്നവരാണെന്ന് ബാബ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ഞാനാണെങ്കിലോ ബാബ പറയാണ്, ഞാൻ ബ്രഹ്മാണ്ടത്തിൻ്റെ മാത്രമാണ് മാലിക്, നിങ്ങൾ ബ്രഹ്മാണ്ടത്തിൻ്റെയും മാലിക്കാണ്, നിങ്ങൾ രാജ്യപദവി നേടുന്നവരുമാണ്. എന്നാൽ നിങ്ങൾ രാജ്യപദവി നേടുകയും ചെയ്യും, അത് നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഹം രാജായി നഹിലെത്തെ. ബാബ ഒരിക്കലും രാജ്യപദവി അല്ലെങ്കിൽ രാജധാനിയിലേക്ക് വരുന്നില്ല, രാജ്യപദവി നേടുന്നില്ല, അത് നഷ്ടപ്പെടുത്തുന്നുമില്ല. ഹമാര ഡ്രാമ ഏ പാർട്ട് ഹേ. ബാബയ്ക്ക് ഡ്രാമയിൽ ഇതാണ് പാർട്ട്. എന്താണ് പാർട്ട്? നമുക്ക് കൊണ്ടുവന്ന് രാജ്യപദവി തരിക എന്നുള്ളത്. തും ബച്ചെ സുഖക്ക വർഷ പാനിക്ക പുരുഷാർത്ഥ കർത്തേ ഹോ. നിങ്ങൾ കുട്ടികൾ സുഖത്തിൻ്റെ സമ്പത്ത് പ്രാപ്തമാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ബാക്കി സബ് സിർഫ് ശാന്തി മാങ്തേ ഹേ. ബാക്കി സർവരും ശാന്തി മാത്രമാണ് ആവശ്യപ്പെടുന്നത്. वो गुरु लोग कहते हैं सुख कागविष्टा समान है इसलिए वो शांति ही चाहते हैं. അത് ആ ഗുരുക്കന്മാർ എന്ത് പറഞ്ഞെന്നറിയാമോ? ഈ സുഖമെല്ലാം കാക്ക കാഷ്ട സമാനമാണ്, അതുകൊണ്ട് അവർക്ക് ശാന്തി മതി എന്നവർ ആഗ്രഹിക്കുന്നു. തോ വോ ഏ നോളജ് ഉട്ടാന സഖേ. ശാന്തി മാത്രം ആവശ്യമുള്ളവർക്ക് ജ്ഞാനമൊന്നും ആവശ്യമില്ല, ജ്ഞാനം എടുക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് അവർക്ക് ജ്ഞാനം എടുക്കാൻ പറ്റില്ല. ഉനക്ക് സുഖക്ക പതാഹി നഹി. അവർക്ക് സുഖത്തെക്കുറിച്ച് അറിഞ്ഞേ കൂടാ. ബാബ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. बाप समझाते हैं शांति और सुख का वर्षा देने वाला एक मैं ही हूँ. ബാബ മനസ്സിലാക്കി തരികയാണ്, ശാന്തിയും സുഖവും ഈ രണ്ട് സമ്പത്തും തരുന്നത് ഒരു ഞാൻ മാത്രമാണ്. സത്യുഗ ത്രേതാമേ ഗുരു ഹോത്താ നഹി വഹാ രാവൺ ഹി നഹി
സത്യത്രേതയിൽ ഗുരുവില്ല, അവിടെ രാവണനേ ഇല്ല. वो है ही ഈശ്വരീയ രാജ്, ये ഡ്രാമ ബനാ ഹുവാ ഹെ, അത് ഈശ്വരീയ രാജ്യമാണ്. ഇത് ഡ്രാമ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. ये बातें और किसकी बुद्धि में बैठेगी नहीं, ഈ കാര്യങ്ങൾ മറ്റാരുടെയും ബുദ്ധിയിൽ ഇരിക്കില്ല. तो बच्चों को अच्छी രീതി ധാരൺ കർ ഫിർ ഊഞ്ച് പദ് പാനാ ഹെ, കുട്ടികൾ നല്ല രീതിയിൽ ധാരണ ചെയ്ത് പിന്നെ ഉയർന്ന പദവി പ്രാപ്തമാക്കുകയും വേണം. അബി തും ഹോ സംഗം പർ, ജാൻതി ഹോ നയി ദുനിയാക്കി രാജധാനി സ്ഥാപൻ ഹോ റഹി ഹെ, ഇപ്പം നിങ്ങൾ സംഗമത്തിലാണ്, നിങ്ങൾക്കറിയാം പുതിയ ലോകത്തിൻ്റെ രാജധാനി ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. तो तुम हो ही സംഗം യുഗ് പർ, ബാക്കി സബ് ഹെ കലിയുഗ് മേ, നിങ്ങൾ സംഗമയുഗത്തിലാണ്, ബാക്കി സർവരും കലിയുഗത്തിലാണ്. യഹ് തോ കൽപ്പ് കി ആയു ഹി ലാഖോം വർഷ കഹ ദേത്തെ ഹെ, സാധാരണ ആൾക്കാരാണെങ്കിൽ കൽപ്പത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷമാണ് ഈ ലോകത്തിലുള്ള ആൾക്കാർ പറയുന്നത്. ഘോര അന്ത്യരമേഹന, അവർ ഘോരമായ അന്ധകാരത്തിലാണ്. ഗായ ഹുവാ ബി ഹെ കുംഭകർണിക്ക് നീന്തുമേ സോയെ പടേ ഹെ, ഇങ്ങനെ പാടപ്പെടുന്നു, കുംഭകർണൻ്റെ ഉറക്കത്തിൽ അവർ ഉറങ്ങിക്കിടക്കുകയാണ്. കാരണം അവർക്ക് അജ്ഞാനം, ഒന്നും അറിഞ്ഞുകൂടാ. വിജയത്വ പാണ്ഡവോങ്കി ഗായി ഹുയി ഹെ, വിജയം പാണ്ഡവരുടെ തന്നെയാണ്. തോ തും ഹോ ബ്രാഹ്മൺ, നിങ്ങൾ ബ്രാഹ്മണരാണ്. ബാബ അടുത്ത കാര്യത്തിലേക്ക് വരികയാണ്. യജ്ഞ ബ്രാഹ്മൺ ഹി രചിതേ ഹെ, യജ്ഞം രചിക്കുന്നത് എപ്പോഴും ബ്രാഹ്മണരാണ്, ആ യജ്ഞം നടത്തുന്നതും അതിനെ പരിപാലിക്കുന്നതും ഒക്കെ ബ്രാഹ്മണരാണ്. യഹ് തോ ഹെ സബ്സെ ബഡാ ബേഹദ് കാ ഭാരി ഈശ്വരീയ രുദ്ര യജ്ഞം. ബാബ ഇത് പറഞ്ഞു തരാണ്, ഈ യജ്ഞം ഏറ്റവും വലിയ യജ്ഞമാണ്, പരിധിയില്ലാത്ത വളരെയധികം ഭാരിച്ച ഈശ്വരീയ രുദ്രയജ്ഞമാണിത്. तो वो हद के यज्ञ अनेक प्रकार के होते, ये रुद्र यज्ञ एक ही बार होता है. മറ്റേ പരിധിയുള്ള യജ്ഞം അനേക പ്രകാരത്തിലുണ്ട്. ഈ ഈശ്വരീയ യജ്ഞം, ഈ രുദ്രയജ്ഞം ഒരേ ഒരു പ്രാവശ്യമേ ഉണ്ടാവുള്ളൂ. സത്യത്രേതാമി ഫിർ കോയി യജ്ഞ ഹോത്താ നഹി, ഇതിന് ശേഷമുള്ള സത്യയുഗത്തിലും ത്രേതായുഗത്തിലും മറ്റ് യജ്ഞങ്ങൾ ഉണ്ടാവില്ല. ക്യോങ്കി എന്തുകൊണ്ട്? വഹാ കോയി ആപദാദിക്ക് ബാത്ത് നഹി, അവിടെ ആപത്തുകൾ വരുന്നില്ല. तो वो है सब हद के यज्ञ, ये है बेहद का. അപ്പോൾ ബാക്കിയെല്ലാം പരിധിയുള്ള യജ്ഞമാണ്, ഇത് പരിധിയില്ലാത്ത യജ്ഞമാണ്. तो ये बेहद का बाप का रजा हुआ यज्ञ है जिसमें बेहद की आहुതി पढ़नी है. ഇത് പരിധിയില്ലാത്ത അച്ഛൻ രചിച്ച യജ്ഞമാണ്. ഇത് പരിധിയില്ലാത്ത അച്ഛൻ രചിച്ച യജ്ഞമാണ്, ഇത് പരിധിയില്ലാത്ത യജ്ഞമാണ്. അപ്പോൾ അവിടെ എന്താണ് ആ പരിധിയില്ലാത്തത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൽ പരിധിയില്ലാത്ത കാര്യമാണ് ആഹുതിയാവുക. എന്താണ് ഈ പരിധിയില്ലാത്ത കാര്യം? ഫിർ ആദാ കൽപ്പ് കൊയ് യജ്ഞ നഹീ ഹോഗ, മുഴുവൻ പഴയ ലോകവും അതിൽ ആഹുതിയാവും. പിന്നെ അരക്കൽപ്പം ഒരു യജ്ഞവും ഇവിടെ ഉണ്ടാവില്ല. വഹാ രാവണരാജ്യ ഹി നഹി, അവിടെ രാവണരാജ്യമേ ഇല്ല. രാവണരാജ്യ ശുരു ഹോനെ സെ ഫിർ യേ സബ് ശുരു ഹോത്തെ ഹെ, രാവണരാജ്യം ആരംഭിക്കുമ്പോൾ പിന്നെന്തു സംഭവിക്കും? ബാക്കി ഇപ്പോൾ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നിന് തുടങ്ങും. തോ യജ്ഞവും ദ്രവ്യയജ്ഞങ്ങളും എല്ലാം തുടങ്ങും. ബേഹദ് കാ യജ്ഞ ഏക് ബാർ ഹോത്താ ഹെ, പരിധിയില്ലാത്ത യജ്ഞം ഒരിക്കൽ മാത്രമേ രചിക്കുന്നുള്ളൂ. ഇസ്മേ യേ സാരി പുരാനി സൃഷ്ടി സ്വാഹ ഹോ ജാത്താ ഹെ, അപ്പോൾ ഈ പരിധിയില്ലാത്ത ശിവബാബ രചിക്കുന്ന യജ്ഞത്തിൽ മുഴുവനും ഈ പഴയ സൃഷ്ടി സ്വാഹയാവും. तो ये है बेहद का रुद्र ज्ञान यज्ञ, ഇത് പരിധിയില്ലാത്ത രുദ്രജ്ഞാന യജ്ഞമാണ്. इसमें मुख्य है ज्ञान और योग की बात, ഇതിൽ മുഖ്യമായിട്ടുള്ളത് ജ്ഞാനവും യോഗവുമാണ്. ഈ യജ്ഞത്തിൽ മുഖ്യമായിട്ടുള്ളത് ജ്ഞാനവും യോഗവുമാണ്. योग अर्थात याद, याद अक्षर बहुत मीठा है. ഇപ്പോൾ യോഗം എന്ന് പറയുമ്പം ഒരിത്തിരി കട്ടി ശബ്ദമാണ്, അതൊരു പക്ഷേ സന്യാസിമാരുടെ ശബ്ദമാക്കാം. പക്ഷേ ഓർമ്മ എന്ന് പറയുന്നത് അതൊരു സാധാരണ ശബ്ദമാണ്, വളരെ സിമ്പിളായ ശബ്ദമാണ്, മധുരമായ ഒരു അക്ഷരമാണ് ഓർമ്മ. योग अक्षर कॉमन हो गया है. അപ്പോൾ ബാബ പറയാണ് ഇന്നത്തെ ലോകത്തിൽ യോഗം എന്നുള്ള അക്ഷരം സർവ്വസാധാരണമായി. योग का अर्थ कोई नहीं समझते हैं, യോഗത്തിൻ്റെ അർത്ഥം ആരുമേ മനസ്സിലാക്കുന്നില്ല. तुम समझा सकते हो योग अर्थार्थ बाप को याद करना है, നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാം. യോഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം ഇതാണ്, ബാബയെ ഓർമ്മിക്കണം. ബാബ ആപ് തോ ഹംകോ വർഷ ദേത്തെ ഹെ ബേഹദ് കാ, ആത്മ ബാത് കർത്തി ഹെ. ബാബ ആപ് ഫിർ സെ ആയേ ഹോ,
അപ്പോൾ ആത്മാവ് സംസാരിക്കുകയാണ്, ബാബ അങ്ങ് ഞങ്ങൾക്ക് പരിധിയില്ലാത്ത സമ്പത്ത് തരുന്നു, ബാബ അങ്ങ് വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഹം തോ ആപ്കോ ഭൂൽ ഗയേ ഥേ, ഞങ്ങൾ അങ്ങയെ മറന്നിരുന്നു. ആപ്നെ ഹംകോ ബാദ്ഷാ ദീ ഥി, അബ് ഫിർ ആക്കർ മിലേ ഹോ, അങ്ങ് ഞങ്ങൾക്ക് അന്ന് ചക്രവർത്തി പദവിയെല്ലാം തന്നതായിരുന്നു, ഇപ്പോൾ വീണ്ടും അങ്ങ് വന്ന് ഞങ്ങളെ കണ്ടുപിടിച്ചു. ആപ്കി ശ്രീമത് പർ ഹം ജറൂർ ചലേംഗെ, ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങയുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കാം. ऐसे ऐसे अंदर में अपने साथे बातें करनी होती हैं. ഇങ്ങനെയൊക്കെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോട് തന്നെ സംസാരിക്കണം. ബാബ ആപ് തോ ഹമേ ബഹുത് അച്ഛാ രാസ്ത ബതാത്തെ ഹോ, ഹം കൽപ്പ് കൽപ്പ് ഭൂൽ ജാത്തെ ഹെ. ബാബ അങ്ങാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ നല്ല വഴി പറഞ്ഞു തരുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ കൽപ്പകൽപ്പം മറക്കാറുമുണ്ട്. അബി ബാപ്പ് ഫിർ അബൂൽ ബനാത്തെ ഹെ, ഇസ്ലിയെ അബ് ബാപ്പ് കോ ഹി യാദ് കർന ഹെ. ഇപ്പോൾ ബാബ വീണ്ടും നമ്മളെ മറക്കാത്തവരാക്കി മാറ്റുകയാണ്. അതിനാൽ ഇപ്പോൾ ബാബയെ ഓർമ്മിക്കണം. ഈ ഓർമ്മിക്കുന്ന ആ ഒരു സിസ്റ്റമാണ്. ബാബയെ ഓർമ്മിച്ച് ഈ ജ്ഞാനം ഓർമ്മിച്ച് നമ്മൾ പതുക്കെ ഒരിക്കലും മറക്കാത്തവരായിട്ട് മാറും. യാദ് സെഹി വർഷ മിലേക, ഓർമ്മയിലൂടെയാണ് സമ്പത്ത് കിട്ടുന്നത്. മേ ജബ് സന്മുഖ ആത്താ ഹും തബ് തുംകോ സംജാത്താ ഹും, ഞാൻ എപ്പോഴാണോ നിങ്ങളുടെ സന്മുഖത്ത് വരുന്നത് അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യവും മനസ്സിലാക്കി തരുന്നത്. തബ് തക് ഗാത്തെ രഹത്തെ ഹെ തും ദുഃഖ ഹർത്ത സുഖ കർത്താ ഹോ, മഹിമ ഗാത്തെ ഹെ പരന്തു നാ ആത്മാക്കോ നാ പരമാത്മാക്കോ ജാനത്തെ ഹെ. അതുവരയ്ക്ക് പാടിക്കൊണ്ടിരിക്കും. ബാബ സന്മുഖത്ത് വരണവരെയും ബാബ അങ്ങ് ദുഃഖഹർത്താവാണ്, അങ്ങ് സുഖകർത്താവാണ്, അങ്ങ് ദുഃഖഹർത്താവാണ്, അങ്ങ് സുഖകർത്താവാണ് എന്നിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. മഹിമയൊക്കെ പാടും, പക്ഷെ ആത്മാവിനെക്കുറിച്ചോ പരമാത്മാവിനെക്കുറിച്ചോ അറിഞ്ഞേ കൂടാന്ന് മാത്രം. പറയാണ് അഭി തും സമസ്തേ ഹോ ഇത്തിരി ചോട്ടി ബിന്ദിമേ അവിനാശി പാട്ട് നുന്താ ഹുവാ ഹെ. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ബാബ പറഞ്ഞു തരികയാണ്, ഇത്രയും ചെറിയൊരു ബിന്ദുവിൽ ഇത്രയും അവിനാശിയായ പാർട്ട് അടങ്ങിയിരിക്കുന്നു. ഏ ബി ബാബ് സംജാത്തെ ഹെ, ഇതും ബാബയാണ് മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ ഉള്ളിലാണ് ആ പാർട്ട് അടങ്ങിയിരിക്കുന്നത്, പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ. നമ്മളാണ് ജന്മം എടുത്തതും എല്ലാം, പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ. ഉनको कहा जाता है परमपिത പരമാത്മാ അർത്ഥാർത്ഥ പരം ആത്മാ. അപ്പോൾ ആ ബാബ ആരാണ്? ആ ബാബയാണ് വിളിക്കുന്നത് പരമപിത പരമാത്മാ, അർത്ഥം പരമമായ ആത്മാ. ബാക്കി कोई बड़ा हजारों सूर्य मिसल नहीं हो. ബാക്കി ബാബ വലുതാണ്, ഉയർന്നവനാണ്, വിശാലതയുള്ളവനാണ് എന്നൊന്നും പറഞ്ഞിട്ട് ബാബ ഈ ആയിരക്കണക്കിന് സൂര്യന്മാർ ഉദിച്ചു നിൽക്കുന്നത് പോലെയൊന്നുമല്ല. പിന്നെ ബാബ ആരാ? ബാബ വെറും ഒരു സൂക്ഷ്മമായ ബിന്ദു. ഹം തോ ടീച്ചർ മിസൽ പഠാത്തെ രത്തി ഹേ കിത്തന ഢേർ ബച്ചേ ഹേ. ബാബ പറയണേ, ഞാൻ ഇവിടെ ടീച്ചറിനെ പോലെ വന്നിരുന്ന് പഠിപ്പിക്കുകയാണ്. എത്ര കുട്ടികളുണ്ടെന്നറിയൂ. തോ ഈ ക്ലാസ് തോ ദേഖോ കിത്തന വണ്ടർഫുൾ ഹേ. ഭഗവാൻ വന്ന് പഠിപ്പിക്കുന്ന ഈ ക്ലാസ് എത്ര വണ്ടർഫുൾ ക്ലാസ്സാണ്. കോൺ കോൺ ഇസ്മേ പഠിത്തേ ഹേ, ആരെല്ലാമാണ് ഇവിടെ പഠിക്കുന്നത്? അബലായെ കുബ്ജായെ സാധുബി ഏക് ദിൻ ആക്കർ ബൈട്ടെങ്കെ. അബലകളും കുബ്ജകളും സന്യാസിമാരും ഒരു ദിവസം ഭഗവാന്റെ ഈ ക്ലാസ്സിൽ വന്നിരിക്കും. ബുഡിയായി ചോട്ടെ ബച്ച് ആദി സബ് ബൈട്ടെ ഹെ. വളരെ വയസ്സായ അമ്മമാരും കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാവരും വന്നിരിക്കും. എസ് എ സ്കൂൾ കബി ദേക്കാ, വളരെ ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് വളരെ അത്രയും വയസ്സായവരും വന്നിരിക്കുന്ന അങ്ങനെയുള്ളൊരു സ്കൂൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? तो यहाँ है याद की मेहनत, ये याद ही टाइम लेते हैं. ബാക്കി എല്ലാ സബ്ജക്റ്റും ഒരുവിധമൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചങ്ങ് മുന്നോട്ട് പോവും, അതിലൊക്കെ പാസ് മാർക്ക് വാങ്ങാൻ എളുപ്പമാണ്. പക്ഷേ ഈ ഒരു സബ്ജക്റ്റ് സമയമെടുക്കും. ഓർമ്മയിലാണ് പരിശ്രമം. ഈ ഓർമ്മ എന്നുള്ള സബ്ജക്റ്റിലാണ് മിക്കവാറും ആൾക്കാർ തോൽക്കാൻ സാധ്യതയുള്ളത്. ഈ ഓർമ്മ തന്നെയാണ് നമ്മളെ സമ്പന്നമാക്കുന്നതിൽ സമയം എടുപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഇതുവരെ ദേവതയായില്ല? എന്തുകൊണ്ട് ഇതുവരെ സമ്പന്നമായില്ല? എന്തുകൊണ്ട് ഇതുവരെ സമ്പൂർണ്ണമായില്ല എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, ഈ സബ്ജക്റ്റ്, ഓർമ്മയാകുന്ന സബ്ജക്റ്റ്. തോ യാദ് കാ പുരുഷാർത്ഥ കർണ യേ ബി ജ്ഞാൻ ഹേ. ഓർമ്മയുടെ പുരുഷാർത്ഥം ചെയ്യുക, ഇതും ജ്ഞാനമാണ്. യാദ് കെ ലിയേ ബി ജ്ഞാൻ, ബാബയെ ഓർമ്മിക്കാനും വേണം ജ്ഞാനം. അതല്ലേ ഇപ്പോൾ 1 മണിക്കൂർ നമുക്ക് യോഗം ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ ബാബയെ ഓർമ്മിച്ച് ഒരു സ്ഥലത്തിരുന്ന്, അത് ബാബാ റൂമിലോ എവിടെയെങ്കിലും നമ്മളിരുന്ന് യോഗം ചെയ്യണമെങ്കിൽ അതിനും വേണം നോളജ്.
ജ്ഞാനം വേണം. ചക്ര സംജാനിക്കിലേ ബി ജ്ഞാൻ, ചക്രം മനസ്സിലാക്കി കൊടുക്കാനും ജ്ഞാനം വേണം. നാച്ചുറൽ സച്ചാ സച്ചാ നേച്ചർ ക്യൂർ ഇസ്കോ കഹജാത്തെ. ഇപ്പോൾ സാധാരണ ഇന്നത്തെ ലോകത്തിൽ ഇപ്പോൾ ആളുകൾക്ക് പ്രകൃതി ചികിത്സയൊക്കെയാണ് ഇഷ്ടം. നേച്ചർ ക്യൂർ ആണ് നല്ലത്. അത് സാധാരണമായ നമ്മുടെ ശരീരത്തിന് അനുകൂലമായൊരു ചികിത്സയായതുകൊണ്ട് പല ആൾക്കാരും അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ബാബ പറയാണ് നാച്ചുറൽ സത്യസത്യമായ നേച്ചർ ക്യൂർ ഇതാണ്. കാരണം ആത്മാവിനെ പരിവർത്തനപ്പെടുത്തിയെടുക്കുകയാണ് വളരെ നാച്ചുറലായിട്ട്. എല്ലാവരും സ്വയം മാറണം, സ്വയം ശുദ്ധീകരിക്കപ്പെടണം. तो तुम्हारी ആത്മാ ബിൽക്കുൽ പ്യൂർ ഹോ ജാത്തി ഹെ. അപ്പോൾ ഈ ജ്ഞാനത്തിലൂടെ നിങ്ങളുടെ ആത്മാവ് സമ്പൂർണ്ണമായിട്ടും ശുദ്ധമാകും. വോ ഹോത്തി ഹെ ശരീർ കി ക്യൂർ. മറ്റത് ശരീരത്തിൻ്റെ ചികിത്സയാണ്, ശരീരത്തിൻ്റെ ശുദ്ധീകരണമാണ്. യേ ഹെ ആത്മാ കി ക്യൂർ. ഇത് ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ്, ആത്മാവിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. ആത്മാവി ഹി ഖാദ് പടുത്തി ഹെ. ആത്മാവിലാണ് ശരിക്കും അഴുക്ക് നിറയുന്നത്. സച്ചേ സോനേക്ക സച്ചാ ജേവർ ഹോത്താ ഹെ. സത്യമായ അല്ലെങ്കിൽ ശുദ്ധമായ സ്വർണം കൊണ്ട് ശുദ്ധമായ ആഭരണം ഉണ്ടാക്കാമല്ലോ. അബി യഹാം ബച്ചെ ജാനത്തെ ഹെ ശിവബാബ സന്മുഖ ആയ ഹുവാ ഹേ. ഇപ്പോൾ ഇവിടെ കുട്ടികൾക്കറിയാം ശിവബാബ നമ്മുടെ സന്മുഖത്ത് വന്നിട്ടുണ്ട്. ബച്ചോങ്കു ബാപ്കോ ജരൂർ യാദ് കർണ ഹെ. കുട്ടികൾ ബാബയെ തീർച്ചയായിട്ടും ഓർമ്മിക്കണം. ഹംകോ അബ് വാപ്പസ് ജാനാ ഹെ. നമുക്കിപ്പോൾ തിരിച്ചു മടങ്ങണം. ഇസ് പാർ സെ ഉസ് പാർ ജാനാ ഹെ. ഇക്കരേന്ന് അക്കരെ പോകണം. ഇക്കരേന്ന് രണ്ട് കരയാണ്. ഇക്കരേന്ന് അക്കരെ പോകണം. ബാപ്കോ വർഷേക്കോ ഗർക്കോ ബി യാദ് കരോ. ബാബയെ ഓർമ്മിക്കണം, സമ്പത്തിനെ ഓർമ്മിക്കണം, വീടിനെ ഓർമ്മിക്കണം. ഓ ഹേ സ്വീറ്റ് സൈലൻസ് ഹോം. വീടിൻ്റെ പേരെന്താ? സ്വീറ്റ് സൈലൻസ് ഹോം. ദുഃഖ് ഹോത്താ ഹേ അശാന്തി സെ, സുഖ് ഹോത്താ ഹേ ശാന്തി സെ. ദുഃഖം അശാന്തിയിൽ നിന്നുണ്ടാകുന്നു, സുഖം ശാന്തിയിൽ നിന്നുണ്ടാകുന്നു. സത്യുഗമേ സുഖ ശാന്തി സമ്പത്ത് സബ് കുച്ച് ഹേ. സത്യുഗത്തിൽ സുഖം ശാന്തി സമ്പത്ത് സർവ്വതും ഉണ്ട്. വഹാം ലഡായി ജഗടേക്ക് ബാത്തി നഹി. അവിടെ യുദ്ധം വഴക്ക് ഒന്നുമില്ല. तो बच्चों की यही फुरना होना चाहिए. हमको सतोप्रधान सच्चा सोना बनना है, तब ही उंच पद पाएंगे. കുട്ടികൾക്ക് ഈ ചിന്ത വേണം. ഏത് ചിന്ത? നമുക്ക് സതോപ്രധാനാകണം, നമുക്ക് ശുദ്ധമായ സ്വർണ്ണമാകണം. എങ്കിലേ ഉയർന്ന പദവി നേടാൻ സാധിക്കൂ. ഈ റുഹാനി ഭോജൻ മിൽത്താ ഹെ, ഉൻകോ ഫിർ ഉഗാർന ചാഹിയെ. ഇവിടെ നമുക്ക് ആത്മീയ ഭോജനം ലഭിക്കുന്നു. ഇത് നമ്മൾ അയവിറക്കണം. പശു അയവിറക്കുന്ന പോലെ ഇപ്പോൾ 1 മണിക്കൂർ നേരം നമ്മൾക്ക് മുരളി കിട്ടി. ഈ 1 മണിക്കൂർ നമ്മളങ്ങ് ശരിക്കും നിർത്താതെ അങ്ങ് കഴിച്ചു അല്ലേ? അപ്പോൾ ഇത് ദഹിക്കണ്ടേ? ഇത് അയവിറക്കണം. ആജ് എങ്ങനെയാണ് അയവിറക്കേണ്ടത്? ആജ് കോൺസി മുഖ്യ പോയിൻറ്റ്സ് സുനി. ഇന്ന് ഏതൊക്കെ മുഖ്യമായ പോയിൻ്റാണ് കേട്ടത്? യബി സംജായ യാത്രയും ദോ ഹോത്തി ഹെ, റുഹാനി ഓർ ജിസ്മാനി. ഇതും ബാബ നമുക്ക് മനസ്സിലാക്കി തന്നു. 2 തരത്തിലാണ് യാത്ര. ആത്മീയ യാത്ര, പിന്നൊന്ന് ശരീരത്തിൻ്റെ യാത്ര. ഈ റുഹാനി യാത്ര ഹി കാമ്യായി. ഈ ആത്മീയ യാത്ര മാത്രമേ നമുക്ക് ഉപയോഗപ്പെടൂ. അത് തന്നെയാണ് വളരെ ഉയർന്നതും ശ്രേഷ്ഠവും. ഭഗവാന് വാച മന്മനാഭവ. ഏതാണ് ഈ ആത്മീയ യാത്ര? ഭഗവാന് വാച മന്മനാഭവ. അച്ഛാ മീട്ടെ മീട്ടെ സിക്കിലതേ ബച്ചോം പ്രതി മാത് പിതാ बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार. അപ്പോൾ എന്തൊക്കെയാണ് ബാബ ഹോംവർക്ക് തന്നത്? ആദ്യത്തെ പോയിന്റ്, ये विनाश भी शुभ कार्य के लिए है इसलिए डरना नहीं. ഈ വിനാശം ശുഭകാര്യത്തിന് വേണ്ടിയാണ്, അതിനാൽ ഭയപ്പെടരുത്. ഈ വിനാശം ശുഭകാര്യത്തിന് വേണ്ടിയുള്ളതാണ്, അതിനാൽ ഭയപ്പെടരുത്. കല്യാണക്കാരി ബാപ്പ് സദാ കല്യാൺ കാ ഹി കാര്യ കരാത്തെ, ഇസും സ്മൃതി സെ സദാ ഖുഷി മേ രഹനാ ഹെ. മംഗളകാരിയായ ബാബ സദാ മംഗളകാര്യമേ ചെയ്യിക്കൂ. മംഗളകാരിയായ ബാബ സദാ മംഗളകാര്യമേ ചെയ്യിക്കൂ. ഈ സ്മൃതിയിലൂടെ സദാ സന്തോഷമായിരിക്കണം. അടുത്ത പോയിന്റ്, സദാ ഏക് ഹി ഫുർന രഖ്ന കി സദോപദാൻ സച്ചാ സോനാ ബൻ ഊഞ്ച് പദ് പാനാ ഹെ.
സദാ ഒരേ ചിന്ത വയ്ക്കണം. സതോപ്രധാനമായ ശുദ്ധമായ സ്വർണമായി മാറി ഉയർന്ന പദവി പ്രാപ്തമാക്കണം. സതോപ്രധാനമായ ശുദ്ധമായ സ്വർണ്ണമായി മാറി ഉയർന്ന പദവി പ്രാപ്തമാക്കണം. ജോ റുഹാനി ഭോജൻ മിൽത്താ ഹെ ഉസേ ഉഗാർന ഹെ. ഇതൊരു ഹോംവർക്കാണ് ഇന്നത്തെ. ഈ നമുക്ക് ആത്മീയ ഭോജനം ലഭിക്കുന്നത് നമ്മൾ അയവിറക്കണം. ഇന്ന് എന്തൊക്കെ പോയിൻ്റാണ് ബാബ പറഞ്ഞത്. ഇന്നത്തെ വരദാനമാണ് സത്സംഗ് ദ്വാര റുഹാനി രംഗ് ലഗാനെ വാലെ സദാ ഹർഷിദ് ഓർ ഡബിൾ ലൈറ്റ് ഭവ. സത്സംഗത്തിലൂടെ ആത്മീയ നിറം പിടിപ്പിക്കുന്ന, സദാ സന്തോഷമായി ഹർഷിതമായി ഡബിൾ ലൈറ്റായി ഭവിക്കും. സത്സംഗത്തിലൂടെ ആത്മീയ നിറം പിടിപ്പിക്കുന്ന, സദാ ഹർഷിതമായി ഡബിൾ ലൈറ്റായി ഭവിക്കും. അപ്പോൾ ബാബ അത് നമുക്ക് വിശദീകരണം പറഞ്ഞു തരുന്നത്, ജോ ബच्चे बाप को दिल का सच्चा साथी बना लेते हैं उन्हें संग का रूहानी रंग सदा लगा रहता है. അതായത് ബാബയുടെ കുട്ടികൾ ആരാണോ ബാബയെ ഹൃദയത്തിലെ സത്യമായ കൂട്ടുകാരനായി വെച്ചിരിക്കുന്നത്, ആരാണോ അങ്ങനെ സത്യമായ കൂട്ടുകാരനാക്കി ബാബയെ വെച്ചിട്ടുള്ളത്, അവർക്കെപ്പോഴും ബാബയുടെ കൂട്ടുകെട്ടിൻ്റെ ആ ആത്മീയ നിറം സദാ ഇങ്ങനെ പിടിച്ചിരിക്കും. ബുദ്ധി ദ്വാര സത് ബാപ്പ് സത് ശിക്ഷക് സദ്ഗുരു ക സംഗ് കർണ യഹി സത്സംഗ് ഹേ. ബുദ്ധിയിലൂടെ സത്യമായ അച്ഛൻ, സത്യമായ അധ്യാപകൻ, സദ്ഗുരു, ഈ 3 പേരുടെ കൂടെ കൂട്ടുകെട്ട് വയ്ക്കണം. ഇത് തന്നെയാണ് സത്സംഗം. അച്ഛനുമായിട്ടുള്ള സത്സംഗം, ടീച്ചറുമായിട്ടുള്ള സത്സംഗം, സദ്ഗുരുവുമായിട്ടുള്ള സത്സംഗം. जो इस सत्संग में रहते हैं वो सदा हर्षित और डबल लाइट रहते हैं. ആരാണോ ഈ സത്സംഗത്തിലിരിക്കുന്നത് അവർ സദാ ഹർഷിതമായിരിക്കും, അവർ സദാ ഡബിൾ ലൈറ്റ് ആയിരിക്കും. ഉन्हें किसी भी प्रकार का बोझ अनुभव नहीं होता. അവർക്ക് യാതൊരു തരത്തിലുള്ള ഭാരവും അനുഭവമാവുകയില്ല. അവർക്ക് യാതൊരു തരത്തിലുള്ള അനുഭവം, ഭാരത്തിൻ്റെ അനുഭവം ഉണ്ടാവില്ല. वो ऐसा अनुभव करते जैसे भरपूर है, खुशियों की खान मेरे साथ है, जो भी बाप का है वो सब अपना हो गया. അവരങ്ങനെയുള്ള അനുഭവം ചെയ്യും. നിറഞ്ഞിരിക്കുകയാണ്, സമ്പന്നമാണ്, സന്തോഷത്തിൻ്റെ ഒരു ഖനി തന്നെ ആണ് എൻ്റെ കൂടെ ഉള്ളത്. എന്തെല്ലാം ബാബയുടെയാണോ അതെല്ലാം എൻ്റേതായി കഴിഞ്ഞു. അതാണ് ആ സത്സംഗം. ബാബയുടെ കൂട്ടുകെട്ടിലിരിക്കുമ്പോൾ ബാബയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എൻ്റേതായി മാറും. അപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവനും നമ്മൾ ബാബയുടെ കൂട്ടുകെട്ടിലിരിക്കാം. അച്ഛൻ്റെ കൂട്ടുകെട്ടിൽ, ടീച്ചറിൻ്റെ കൂട്ടുകെട്ടിൽ, സദ്ഗുരുവിൻ്റെ കൂട്ടുകെട്ടിൽ മാറി മാറിയിരിക്കാം. എന്നിട്ട് അതിൽ നിന്നുള്ള പ്രാപ്തികൾ അനുഭവിക്കാം. സദാ ബാബയെ കൂട്ടുകാരനായിട്ട് അനുഭവിക്കാം. അങ്ങനെ യഥാർത്ഥ സത്സംഗത്തിലിരിക്കാം. സ്ലോഗൻ: अपने मीठे बोल और उमंग उल्लास के सहयोग से दिल शिकस्त को शक्तिमान बनाओ. തൻ്റെ മധുരമായ വാക്കുകളിലൂടെയും ഉന്മേഷം ഉത്സാഹത്തിൻ്റെ സഹയോഗത്തിലൂടെയും, അവർക്ക് ഉന്മേഷത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ ഒരു സപ്പോർട്ട് കൊടുക്കണം, മാനസികമായ സപ്പോർട്ട്. അതുപോലെ നല്ല മധുരമായ വാക്കുകൾ ആരെയാണ് മാറ്റാത്തത്? അപ്പോൾ തൻ്റെ മധുരമായ വാക്കുകളിലൂടെയും ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും സഹയോഗത്തിലൂടെയും നിരാശരെ ശക്തിവാന്മാരാക്കും, ഹോപ്പ്ലെസ്സിനെ ഹോപ്പ്ഫുള്ളാക്കും, ശക്തിയുള്ളവരാക്കി മാറ്റും. ഇതാണ് സ്ലോഗൻ. അപ്പം എപ്പോഴും നമ്മൾ നല്ല ഉന്മേഷ ഉത്സാഹം ഉള്ളവരായിട്ടിരിക്കണം. നമ്മൾ വളരെ മധുര ഭാഷികളായിരിക്കണം, മധുരമായ ശബ്ദങ്ങൾ സംസാരിക്കുന്നവരായിരിക്കണം. എന്താ ഇന്നത്തെ സോമാനം? സദാ ഹർഷിത് ഡബിൾ ലൈറ്റ് ഭവ. ഡബിൾ ലൈറ്റ് ആത്മ, സന്തോഷമായിരിക്കുന്ന, ഡബിൾ ലൈറ്റായിട്ടിരിക്കുന്ന, അതായത് സ്ഥിതി വളരെ ലൈറ്റായിട്ടിരിക്കുന്ന ആത്മാ, സത്സംഗത്തിലിരിക്കുന്ന ആത്മാ, ബാബയിൽ നിന്നുള്ള ആത്മീയ നിറം പിടിപ്പിക്കുന്ന ആത്മാ എന്നൊക്കെ ആക്കാം നമുക്ക്. അതുപോലെ മുരളിയിൽ നമ്മൾ എന്താ കേട്ടത്? ബാബ നിഷ്കാമ സേവാധാരിയാണ്, നിഷ്കാമ സേവാധാരിയാണ്. ബാക്കിയുള്ള ഈ ലോകത്തിലുള്ള ആര് എന്ത് കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം അവർക്ക് കിട്ടും. പക്ഷേ നിഷ്കാമമായ സേവനം ബാബ മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ക്ലാസ് വളരെ വണ്ടർഫുൾ ക്ലാസ്സാണ്.
ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് വയസ്സായ അമ്മമാർ വരെയും പഠിക്കും. ബാബ പറയണ പിന്നെ അബലകൾ, കുബ്ജകൾ, അല്ലേ, ഗണിക, പിന്നെ സന്യാസിമാർ എല്ലാവരും ഒരു ദിവസം ബാബയുടെ ക്ലാസ്സിൽ വന്നിരിക്കും എന്നൊക്കെ ബാബ പറഞ്ഞു. ഈ യജ്ഞത്തിൽ എല്ലാം വന്ന് സ്വാഹയാവും. ഭയങ്കരമായ വിനാശമാണ് സംഭവിക്കുക. പക്ഷേ ആ വിനാശം മംഗളകാരിയാണ്. നമുക്ക് വേണ്ടിയാണ് ഈ വിനാശം. ഇതൊക്കെ ഓർത്ത് നമുക്കിന്ന് പല പ്രാവശ്യം സന്തോഷിക്കാം. ഇതെല്ലാം എപ്പോഴും മാത്രമേ നമുക്ക് പ്രാപ്തമാകൂ? നമ്മൾ സതോപ്രധാന അവസ്ഥയിലെത്തണം. അപ്പോൾ പല പ്രാവശ്യം നമുക്ക് സതോപ്രധാന അവസ്ഥയിലിരിക്കാം. ബാബയോട് താങ്ക്സ് പറയാം. ബാബ നമുക്ക് ദിവസേന വന്ന് പഠിപ്പിക്കുകയാണ്. നമ്മളെ ദിവസേന വന്ന് പഠിപ്പിച്ച് നമ്മളെ പരിപാലിക്കുകയാണ്. അതിന് നമുക്ക് ബാബയോട് താങ്ക്സ് പറയാം. ഓം ശാന്തി.